ശ്രീകാന്തിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരെ കുറിച്ച് താങ്കൾ പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായും ആ ഘട്ടത്തിലേക്ക് ഞാൻ വരാം. ശ്രീ വിനയചന്ദ്രൻ, താങ്കൾ ശ്രദ്ധിച്ചു കാണും, ശ്രീ ഉമേഷ് ബാബു ആരംഭിച്ചത് തന്നെ MTയുടെ വാക്കുകളിൽ അങ്ങനെ വലിയ വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. തീർച്ചയായും MT വാസുദേവൻ നായർ അദ്ദേഹം 2003 എഴുതിയ ലേഖനത്തെക്കുറിച്ചാണ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടും അഭിപ്രായ ഭിന്നതകളുണ്ട്. 2003 ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ രചന പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് അദ്ദേഹം എഴുതിയതാകാം എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അതെന്ത് തന്നെയാണ് എങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന ഒരു വേദിയിൽ ആയിരുന്നു MT വാസുദേവൻ നായരുടെ വിമർശനം ഉണ്ടാകുന്നത്. അത് ശുദ്ധമായ മലയാളത്തിൽ ഉള്ള വിമർശനമായിരുന്നു. ആ വിമർശനത്തിൽ അദ്ദേഹം ഉദാഹരിക്കുന്നത് EMSനെ പോലെയുള്ള മലയാളിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ്. പക്ഷേ അതിന് വ്യാഖ്യാനങ്ങൾ നിരവധിയാണ് നൽകിയത്. അത് കേന്ദ്രത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണത്തിലേക്ക് പോയി. അല്ലെങ്കിൽ അത് 2003 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണകൂടത്തിനെതിരെയാണ് എന്ന നിരീക്ഷണത്തിലേക്ക് പോയി. അതിനുശേഷം ഒരു പിടി സാഹിത്യകാരന്മാർ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അവർക്കൊന്നും വലിയ സംശയങ്ങൾ ഉണ്ടായില്ല. ഇപ്പോൾ മുകുന്ദനിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, കേരളത്തിലെ ഇടത് സർക്കാർ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ ചില ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ മുകുന്ദന്റെ വാക്കുകളും ആ വിമർശനങ്ങളും അത് യഥാർത്ഥത്തിൽ കേരള സർക്കാരിന് നേരെയാണ്. അദ്ദേഹം വ്യക്തിപൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ അഭിലാഷ്, അദ്ദേഹം ശ്രീ EMSനെ പറയുന്നതോടൊപ്പം തന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെക്കുറിച്ചും പറയുന്നുണ്ട്. അതെ, ശ്രീ MTയെ പോലെ മഹാനായ ഒരു സാഹിത്യകാരനെ ഈ ലോകരാഷ്ട്രം തന്നെ ആദരിക്കുന്ന ഒരു സാഹിത്യകാരന്റെ അഭിപ്രായങ്ങളെ ഒരു സംസ്ഥാന സർക്കാരിലേക്ക് പരിമിതപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ശരി, അത്തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. കാര്യം ചരിത്രം എന്ന് പറയുന്നത് ഒരു ഭൂതകാല സംഭവമല്ല, നാളുകളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു കരുതലായിരിക്കണം ഭരണാധികാരികൾ നടത്തേണ്ടത്. അത് ഇപ്പൊ കേരളത്തിലെ ഭരണാധികാരികൾ മാത്രമല്ല, സിംഹാസനാരൂഢരായിരിക്കുന്നവർ നാളുകളിൽ തങ്ങളുടെ പ്രജകളെ കൂടി ഒത്തുപിടിക്കണം. ഈ അണികൾ എന്നുള്ളതിന് പ്രത്യേക ഡെഫിനിഷൻ ഒന്നുമില്ല. ഈ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഭരണകർത്താക്കൾ അവരുടെ കാര്യങ്ങളും കൂടി നിർവഹിക്കണം എന്നുള്ള വലിയ ഒരു സത്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഇത് ഈ ഒരു ചെറിയ സംസ്ഥാനത്തിലേക്ക് മാത്രം. ഇപ്പൊ അങ്ങ് പറഞ്ഞു, അല്ലെങ്കിൽ പൊതുവെ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ്. അവിടെയാണ് പ്രശ്നം ശ്രീ അഭിലാഷ്. അവിടെയും അദ്ദേഹത്തെ അത്രത്തോളം നമ്മൾ താഴ്ത്തിക്കൊണ്ട് പോകേണ്ടതാണോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ശ്രീ MTയെ പോലെ ഒരാൾക്ക് രാഷ്ട്രപതി ഇരിക്കുന്ന വേദിയിലായാലും ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇരിക്കുന്ന വേദിയിലായാലും തന്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് പൗരസ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ലോകം ആദരിക്കുന്ന ഒരു സാഹിത്യകാരനാണ്. ഇപ്പോ വരുന്ന അഭിപ്രായം എന്താണ്? അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന എന്താണ്? ഭരണകർത്താക്കൾ, അതങ്ങ് പറഞ്ഞതുപോലെ 2003 എഴുതിയപ്പോൾ ആര് ഭരിച്ചു ആര് ഭരിക്കുന്നില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. UDF ഭരണകാലത്താണ് അദ്ദേഹം ഇത് ലേഖനം എഴുതപ്പെട്ടത് എന്നുള്ളത്. ആ വിമർശനം ഉന്നയിച്ചത് MV ഗോവിന്ദൻ തന്നെയാണ്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു, അത് AK ആന്റണിയുടെ കാലഘട്ടത്തിലായിരുന്നില്ലേ? ആന്റണി എന്ന ഭരണകർത്താവിനെ അല്ലേ ഉദ്ദേശിച്ചത് എന്ന് MV ഗോവിന്ദൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്. അല്ലേ, അവിടെ ഇപ്പോ അത് ശ്രീ അഭിലാഷ്, അതെ, അന്ന് UDF ഭരിച്ചിരുന്നു, ശരിയാണ്. ഇപ്പോ അദ്ദേഹം പാർട്ടി സെക്രട്ടറി അങ്ങനെ പറയുന്നതിന് കാര്യം എന്താണ്? ഇടതുപക്ഷ സർക്കാരിനെ അല്ലെങ്കിൽ വിശിഷ്യ മുഖ്യമന്ത്രിയാണ് ഉദ്ദേശിച്ചത് എന്നതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് അന്ന് ആരാണ് ഭരിച്ചിരുന്നത് എന്നത് നിങ്ങൾ മറക്കരുത് എന്ന്. പക്ഷെ അദ്ദേഹം പൊതുസമൂഹത്തോട് വലിയൊരു അഭിപ്രായം, കാര്യം അദ്ദേഹത്തിന്റെ നാവിനെയോ അദ്ദേഹത്തിന്റെ വാക്കുകളെയോ പിടിച്ചു കെട്ടുവാൻ ആരും തയ്യാറായിട്ടില്ല. എവിടെയാണോ കാര്യം എല്ലാ കാര്യത്തിലും എടുത്തു ചാടി ഒരു അഭിപ്രായം പറയുന്ന ഒരു സാഹിത്യകാരനല്ല അദ്ദേഹം. അവസരം വരുമ്പോൾ മാത്രം, അതായത് ദളിത് പീഡനം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ആദിവാസി പീഡനം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു കെട്ടുന്ന നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ഒക്കെയാണ് അദ്ദേഹം അഭിപ്രായവുമായി വന്നത്. അല്ലെ, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും ഇടപെടുന്ന ഒരു സാഹിത്യകാരനല്ല ശ്രീ MT എന്ന് പറയുന്നത്. അവിടെ ശ്രീ സുധീറിനെ പോലെയുള്ള ആളുകൾ അതിനുശേഷം പ്രതികരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എനിക്ക് ചിലത് പറയാനുണ്ട് എന്നും അത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്നു.
അതോടൊപ്പം ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ MT ഒരു മലയാള സാഹിത്യകാരനാണ് എങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വിശ്വസാഹിത്യത്തിന്റെ പട്ടികയിലേക്ക് വരുന്നതാണ്. നിരവധി ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ MT വാസുദേവൻ നായർ ചൈനയിലെ ഷീ ജിൻപിങ്ങിനെ കുറിച്ചാണോ പ്രതികരിച്ചത്, അല്ലെങ്കിൽ റഷ്യയിലെ വ്ളാദിമിർ പുടിനെ കുറിച്ചാണോ പ്രതികരിച്ചത്, അതുമല്ലെങ്കിൽ കിം ജോങ് ഉങ്ങിനെ കുറിച്ചാണോ പ്രതികരിച്ചത്, അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണോ? അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ കാണാം. അപ്പോഴും MTയും ഞാനും വിനയചന്ദ്രനും ഒക്കെ ജീവിക്കുന്ന കേരളം എന്ന് പറയുന്ന ഈ പൊതുസമൂഹമുണ്ടല്ലോ, അവിടെ ഒരു സംസ്ഥാനത്തിന് ഭരണാധികാരി ഉണ്ടല്ലോ. എത്ര വിശാലമായ അർത്ഥത്തിൽ കണ്ടാലും ഈ ചെറു പരിസരത്ത് നിന്നുകൂടി MTയുടെ വാക്കുകളെ വായിച്ചെടുക്കേണ്ടി വരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇവിടെ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു പ്രസ്താവനയാണ്, ഞാൻ ചിലത് പറയും. ആ ചിലത് പറയുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്ത് പറയുന്നു, ശ്രീ അഭിലാഷ് എൻ്റെ സ്നേഹിതനാണെങ്കിൽ ഞാൻ നാളെ ഒരു വേദിയിൽ ശ്രീ അഭിലാഷ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പോവുകയാണ്, അവിടെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുന്നില്ല, ഞാനത് പറയുക തന്നെ ചെയ്യും. ഒരു ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഇങ്ങനൊരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വെക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞതുകൊണ്ട് മാത്രം അത് കേരളത്തിലെ ഭരണത്തെ കുറിച്ചാണെന്നും അല്ലെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കുറിച്ചാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ചാണ് എന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ അത്തരത്തിൽ കാണുവാൻ കഴിയില്ല. അതിനൊരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. ശ്രീ ഉമേഷ് ബാബു, എന്താ